പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് മാത്രമാണ് നേതാക്കൾ പറഞ്ഞതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പ്രതികരിച്ചു. പ്രതികരണങ്ങളിൽ സുധാകരേട്ടൻ എൻ്റെ നേതാവാണ്, ശ്രീ കെ സി വേണുഗോപാൽ എൻ്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ്, ശ്രീ വി ഡി സതീശൻ എൻ്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫ് എൻ്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. സ്ഥല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. എനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും. ഒരു സസ്പെൻഷൻ പീരീഡിലുള്ള സമയത്ത് എന്താണ് പാലിക്കേണ്ടുന്ന അച്ചടക്കം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ അച്ചടക്കത്തെ പരിപൂർണമായിട്ടും പാലിച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുകയാണ്. റിനു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സസ്പെൻഷനിലാണ്. പക്ഷേ അതേസമയം തന്നെ പാലക്കാട്ട് വീടുകൾ തോറും കയറിയിറങ്ങി UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് അദ്ദേഹം വളരെ സജീവവുമാണ്. നേതാക്കൾ ഇപ്പോൾ ഈ കാര്യത്തിൽ 2 തട്ടിലാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്ന ആരോപണം, ഈ ആരോപണത്തിൽ കോൺഗ്രസിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഇന്നലെ നമ്മൾ കണ്ടതുമാണ്. എന്നാൽ വിവിധ നേതാക്കൾ വിവിധ അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇന്നലെ തന്നെ സുധാകരൻ രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് പറഞ്ഞത്. അദ്ദേഹവുമായി, അതായത് രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിടാൻ തനിക്ക് മടിയില്ല, രാഹുൽ മാങ്കൂട്ടവുമായി സംസാരിച്ചു, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നുള്ളത് അടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. എന്നാൽ കെ മുരളീധരൻ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ട് കൃത്യമായി പ്രതികരിച്ചത് അതിൻ്റെ ഒരു വിഭിന്ന അഭിപ്രായം എന്നുള്ള നിലയ്ക്കാണ്. ഒരു കാരണവശാലും നേതാക്കൾ രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിടരുത്, അത്തരമൊരു ആവശ്യമാണ് KPCC അധ്യക്ഷൻ അടക്കം നടപടിയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് അടക്കം ഈ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണത്തിലേക്ക് പോകുന്നു, വീടുകൾ കയറി ഇറങ്ങുന്നു. അത് സ്ഥാനാർത്ഥിമാരാണ് തീരുമാനിക്കേണ്ടത്, അവരെ വിളിക്കണോ വേണ്ടയോ എന്നുള്ളത്. സ്ഥാനാർത്ഥിമാർക്ക് വേണ്ടി വീടുകൾ കയറുന്നതും വോട്ട് തേടുന്നത് MLA എന്നുള്ള നിലയ്ക്കാണ്. അത് നടന്നോട്ടെ എന്നുള്ള അഭിപ്രായം തന്നെയാണ് മുരളീധരനും ഉള്ളത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പെൺകുട്ടി ആരോപണം ഉന്നയിക്കുകയല്ല, പുകമറയ്ക്കുള്ളിൽ നിന്ന് ആരോപണം ഉന്നയിക്കുക മാത്രമല്ല വേണ്ടത്, പരാതിയുമായി മുന്നോട്ട് വരണം, സമൂഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ കുട്ടിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യവും മുരളീധരൻ പറയുന്നുണ്ട്. അതേസമയം സണ്ണി ജോസഫും ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നടപടിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ് KPCC. പക്ഷേ ഇത്തരത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ട എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥിമാർ വിളിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്, രാഹുൽ മാങ്കൂട്ടം പോകുന്നത്. അത് വിളിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ വിഷയത്തിൽ കെ സുധാകരന്റെ അഭിപ്രായവുമായി ബന്ധപ്പെട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായിട്ടുള്ള മറുപടിയും നൽകുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവും മാധ്യമങ്ങളെ കൊണ്ടുവന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും KPCC പറഞ്ഞ അല്ലെങ്കിൽ ആ ശിക്ഷാ നടപടി പുറത്താക്കൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നില്ല. ഈ സ്ഥാനാർത്ഥിമാർക്ക് വേണ്ടി താൻ MLA എന്നുള്ള നിലയ്ക്കാണ് വോട്ട് തേടുന്നത്. 2 കാലുകൾ കുത്തി നടക്കുന്ന കാലത്തോളം അതുണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഇവരെല്ലാവരും തൻ്റെ നേതാക്കളാണ്, അവർ പറയുന്നത് അംഗീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടവും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ആരോപണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വീടാന്തരം UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തുകയാണ്. ഈ വിഷയത്തെ ചൊല്ലി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ 2 തട്ടിലായിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.